ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. ഇന്ന് നമ്മൾ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് നല്ല രസമുള്ളൊരു രസം തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കി നോക്കേണ്ട റെസിപ്പിയാണ്. പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടുന്ന ഒരു അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മൾ പിന്നെ അതേ 2 പാഷൻ ഫ്രൂട്ട് പറിച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ പഴുത്തിട്ടില്ല, നന്നായി മൂത്തിട്ടേ ഉള്ളൂ. അപ്പോൾ പഴുക്കുന്നതൊക്കെ വേഗം വേഗം അങ്ങനെ പറിച്ച് പോയി. എപ്പോഴും ജ്യൂസ് അടിക്കുന്നൊരു പതിവുണ്ട് കേട്ടോ ഇവിടെ. പഴുക്കുമ്പോഴേക്കും എല്ലാവർക്കും വേഗം ജ്യൂസ് അടിച്ച് കുടിക്കും. പിന്നെ അതേ രസം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. നമുക്ക് ഉണ്ടാക്കിയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ 1-2 ദിവസമൊക്കെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ രസം പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പാഷൻ ഫ്രൂട്ട് എടുത്ത് ഇതേ ഇങ്ങനെ നടു മുറിച്ചിട്ട് ഇതിൻ്റെ ഈ കുരു മാത്രം ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിങ്ങനെ തോണ്ടിയെടുക്കാം കേട്ടോ. ഈ പാത്രത്തിലേക്ക് അങ്ങ് നീക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വലിയ കോട്ടിങ്ങൾ ആ വെള്ളമല്ലേ, അത് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു കവർ പോലെ ആവരണം ചെയ്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേ നമ്മളിതിങ്ങനെ കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചതച്ചെടുക്കുന്ന സാധനങ്ങളാണ്. ചെറിയ ജീരകം, കുരുമുളക്, വെളുത്തുള്ളി, ഇത് നമുക്ക് 3ഉം ചതച്ചെടുക്കണേ. ആദ്യം ചെറിയ ജീരകവും കുരുമുളകും നമുക്ക് പിന്നെ ഒന്ന് ചതച്ചെടുക്കണം. ചെറിയ ജീരകം എന്ന് പറഞ്ഞാൽ കുമിൻ സീഡാണ് കേട്ടോ, നല്ല ജീരകം എന്നൊക്കെ പറയും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കിത് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ മിക്സിയിലിട്ട് ഇങ്ങനെ നന്നായി പൊടിക്കേണ്ട ഒരു ആവശ്യമില്ല, ഇങ്ങനെ കുത്തി ചതച്ചെടുത്താൽ മാത്രം മതിയേ. അങ്ങനെ വെളുത്തുള്ളി ഇങ്ങനെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം അളവ് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് കുരുമുളക്, ജീരകം, വെളുത്തുള്ളിയൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇതേ നന്നായി പഴുത്ത വലിയൊരു തക്കാളി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ നല്ലതുപോലെ പഴുത്തത് നോക്കിയെടുക്കണേ. പാഷൻ ഫ്രൂട്ട് നല്ല പുളി ഉള്ളത് കൊണ്ട് തന്നെ ഒരു തക്കാളി മതി കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഈ തക്കാളി നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം. ആദ്യം മഞ്ഞൾപ്പൊടി, അത് നമ്മൾ ചേർത്തിട്ടത് പിന്നെ മല്ലിപ്പൊടിയാണ്. ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കായം, പെരുങ്കായാണ്. നമ്മൾ സാമ്പാറിലൊക്കെ ഇട്ട് കൊടുക്കുന്ന കായല്ലേ, കായത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും അതുപോലെ നമുക്ക് പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അത് നല്ലതുപോലെ തിളച്ച് വരണേ, നന്നായി തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരികയും വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണേ. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലതുപോലെ വെട്ടി തിളപ്പിച്ചെടുക്കണേ. തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരികയും വേണം. അപ്പോൾ ഇതേ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിട്ട് കൊടുത്ത് ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതേ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ആഫ്രിക്കൻ മല്ലിയിലേക്ക് പകരം നമുക്ക് ഈ ഒരു ഇല ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിയില 2 പിടി ഇടുന്നതിന് പകരം ഇത് 2 ഇല ഇട്ടാൽ തന്നെ നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ രസം ഉണ്ടാക്കുന്നവർ ഇങ്ങനെയൊന്നും ഈ ഒരു ഇല ഉള്ളവർ ഇല ഇട്ട് നോക്കണ്ട കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അതേ നമുക്കിത് ഇറക്കി വെക്കാനായിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിടുന്ന ഒരു ആവശ്യം കൂടി ഉള്ളേ. അത്യാവശ്യം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ഉണ്ടാക്കിയതാണ്. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ രസമൊക്കെ കൂട്ടി ചോറ് തിന്നാൻ. ഇത് പച്ചക്കറിയാണ് ഏറ്റവും താല്പര്യം ഉള്ളത്. അപ്പോൾ നമ്മളിത് ചട്ടി അടുപ്പത്ത് വെച്ച് വറവിടാൻ വേണ്ടി കടുക് പൊട്ടിച്ചു. ഇതിലേക്ക് വറ്റൽമുളക് 2 അതും പൊട്ടിച്ചു. 2 കല്ലി കറിവേപ്പിലയും പൊട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ രസത്തിലേക്ക് അങ്ങ് ഒഴിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നല്ല രസമുള്ള പാഷൻ ഫ്രൂട്ട് രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് മോന് ഉച്ചക്ക് വന്നിട്ടുണ്ട് സ്കൂൾ വിട്ടിട്ട്. അവന് ഉച്ചക്ക് സാധാരണ വരാറില്ല, സ്കൂളിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. പെട്ടെന്നാണ് അവന് ഭയങ്കര ഇഷ്ടമായി രസം. അപ്പോൾ അവനറിയില്ലായിരുന്നു കേട്ടോ പാഷൻ ഫ്രൂട്ട് കൊണ്ട് അത് ഉണ്ടാക്കിയത് എന്നുള്ളത്. മോന് വന്ന് കയറിയപ്പോൾ തന്നെ അവൻ്റെ രസത്തിൻ്റെ വാസന കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്ലേവറായിരുന്നു, നല്ല ടേസ്റ്റുമാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട റെസിപ്പിയാണ്. നമുക്കിത് ചോറിൽ ഒഴിച്ച് കഴിക്കുകയൊക്കെ ചെയ്യാൻ പറ്റിയ, ഒഴിച്ച് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ള രസമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട റെസിപ്പിയാണിത്. പാഷൻ ഫ്രൂട്ട് കിട്ടുന്നവർ ഇങ്ങനെയൊക്കെ നമുക്ക് 1-2 ദിവസമൊക്കെ ഇങ്ങനെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി സൂക്ഷിക്കാവുന്നതുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ.